ലോകമാകെ ആഘോഷ രാവിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകളോടെ ലോകമാകെ ഇങ്ങനെ 2024 വരവേൽക്കുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ദില്ലിയിൽ നിന്നുമൊക്കെയായി നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഗായത്രി സത്യദേവാണ് ഇപ്പോൾ ചേരുന്നത്. ഗായത്രി, ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഗായത്രിയുടെയും ആദ്യത്തെ ഫോർട്ട് കൊച്ചിയിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ പുതുവത്സരം തന്നെയായിരിക്കും. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും? ദൃശ്യങ്ങളിൽ കാണാമെങ്കിൽ എത്രത്തോളം ജനനിബിഡമാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് വ്യക്തമാണ്. 12 മണി അടുക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കിയ ഒരു വലിയ ജനസാഗരം തന്നെ ഇവിടെ ഈ പരേഡ് മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. അതിനു മുമ്പായിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ പുരോഗമിക്കുമ്പോഴും സ്വന്തമായി വൈബ് കണ്ടെത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെയാണ് ഈ ഇടങ്ങളിലെല്ലാം ഇടങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരണേ? എങ്ങോട്ടൊക്കെ എവിടെ നിന്നാണ് വരണേ? പാലക്കാട് നിന്ന് ഫോർട്ട് കൊച്ചിയിലെ വൈബ് പിടിക്കാനെങ്കിൽ ഇവിടുത്തെ ഈ പപ്പാഞ്ഞിയെ കത്തിക്കലും ബഹളമൊക്കെ ഇങ്ങോട്ട് അറിയാമോ? എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്ന പാലക്കാട് നിർത്തിയിരിക്കുന്ന ടീമാണ് എന്തായാലും ഇവിടെ ഉള്ളത്. എങ്ങനെയാണ്? ആദ്യമായിട്ടാണ് പറഞ്ഞേ? ആദ്യമായിട്ടാണ്. എങ്ങനെ കേട്ടിരുന്നു? എന്താണ് പരിപാടി? എങ്ങനെ എത്തിയതാണ് ഇവിടെ? അല്ല, കൊച്ചിൻ കാർണിവൽ ഫേമസ് ആണല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ വന്നേണ്. എങ്ങനെയാണ് ഈ കൊച്ചിൻ കാർണിവലിന്റെ ഒരു സാധനം അല്ലെങ്കിൽ പപ്പാഞ്ഞി കത്തിക്കുന്ന സാധനങ്ങളിലേക്കൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ്? പാലക്കാട് ഇവിടം വരെ നിങ്ങൾ എത്താനായിട്ടുള്ളൊരു ഇവിടം വരെ പറഞ്ഞ പരിപാടി കാണാന് പാപ്പാച്ചിനെ കത്തിച്ചാണ്. ഇങ്ങനത്തെ ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സെറ്റ് പരിപാടി, എന്തൊരു പരിപാടി. എല്ലാവർക്കും ഹാപ്പി ആയിക്കണു, എല്ലാവരും ഹാപ്പിയാ. അങ്ങനത്തെ പരിപാടിയാണ് നടക്കുന്നത്. ഞങ്ങളിപ്പോ ഡാൻസ് ചെയ്ത് ഓരോരുത്തർ റെസ്റ്റ് എടുത്തിരിക്കും. പറഞ്ഞതുപോലെ 15 പേരൊക്കെ പാലക്കാട് നിന്ന് ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവരെല്ലാം ഡാൻസ് ചെയ്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആളുകളാണെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ പരേഡ് മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. ഒപ്പം തന്നെ അപ്പുറത്ത് അടുത്ത സ്ഥലമായിട്ടുള്ള വെളി മൈതാനത്ത് ഇതുപോലെ തന്നെ ഒരു പരിപാടി അവിടെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അവിടെയും ഇതുപോലെ വലിയ ജനക്കൂട്ടം. ഒപ്പം തന്നെ ഈ ബീച്ച് സൈഡിലും ഒരുപാട് ആളുകൾ, അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ആളുകൾ എന്തായാലും ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷങ്ങൾ അവരുടെ ജീവിതത്തിന് തന്നെ ഭാഗമായി മാറിയ ഒരു കാര്യമാണ് ഈ കൊച്ചിൻ കാർണിവലും പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമൊക്കെ. ഈ വർഷങ്ങൾ 40 വർഷത്തോളമായി കാർണിവൽ എന്നുള്ള രീതിയിൽ തന്നെ ഈ പരിപാടി നടന്നു വരുന്നു. അത്തരത്തിൽ ആളുകൾക്ക് ആഘോഷിക്കാൻ ഒത്തുചേരുന്ന ഒരു ഇടമായി ഈ ഫോർട്ട് കൊച്ചി മാറുന്നു. എന്നാൽ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒരു വിദേശാധിപത്യത്തിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു പരിപാടിയാണെന്ന് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലെ ജനങ്ങൾ അവകാശപ്പെടുന്നത്. അവിടെ ആ കാലത്ത് തന്നെ ഒരു 3-4 ചെറുപ്പക്കാർ ചേർന്ന് ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസിനുണ്ടാക്കിയ ഒരു പാപ്പാഞ്ഞിയെ ഒരു രസത്തിന് വേണ്ടി കത്തിച്ചു തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അത് ഒരു വർഷങ്ങൾ പിന്നോട്ട് വരുമ്പോൾ അവരതൊരു ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമാക്കി തന്നെ മാറ്റുന്ന ഒരു രീതി ഉണ്ടായി. അതിപ്പോഴും തുടർന്ന് പോരുന്നു. അത്തരത്തിൽ വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള വർഷങ്ങൾ കൊണ്ട് കൊച്ചിക്കാർ കൊണ്ടും കൊടുത്തും ആഘോഷിച്ചു പോരുന്ന ഒരു ഉത്സവമായി തന്നെ ഫോർട്ട് കൊച്ചി കാർണിവൽ മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ 12 മണിക്ക് നടക്കാനിരിക്കെ തന്നെ നമ്മൾ നേരത്തെയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പകൽ മുഴുവൻ തന്നെ രാവിലെ മുതൽ തന്നെ വളരെ വലിയൊരു കുത്തൊഴുക്ക് ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ എനിക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ആളുകൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഈ പപ്പാഞ്ഞി കത്തിക്കൽ ചടങ്ങ് തന്നെയാണ്. അത് 12 മണിയോടുകൂടിയാണ് നടക്കാനിരിക്കുന്നത്. ഒരു 11:45 ഇപ്പോൾ നടക്കുന്ന ഈ മ്യൂസിക് ഷോ അല്ലെങ്കിൽ ഒരു ഗാനമേള അവസാനിക്കുകയും ഭാഗികമായി അവസാനിപ്പിക്കുകയും അതിനുശേഷം പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ 12 മണിയോട് അടുപ്പിക്കുന്ന സമയത്ത് ഒരു കൗണ്ട് ഡൗണോട് കൂടി 12 മണിക്ക് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് നടക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായ ഈ വർഷങ്ങളിലെ ഏറ്റവും വലിയ പപ്പാഞ്ഞിയാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. 80 അടി ഉയരമാണ് ഈ വർഷത്തെ പപ്പാഞ്ഞിക്കുള്ളത്. 1800 കിലോയിലധികം ഭാരം വരുന്ന ഒരു 4 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു പപ്പാഞ്ഞിയാണ് ഇത്തവണ ഇവിടെ കത്തിക്കാനായിട്ട് എന്തായാലും ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി ഈ വർഷത്തെ അവസാന ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അല്ലെങ്കിൽ ഒരു ലെജൻഡ് എന്നുള്ള രീതിയിൽ കൈമാറി വരുന്ന കഥകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ പറയുന്നത് തന്നെ
ഈ ഒരു വർഷം ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അതിനോടൊപ്പം ഒരു മനുഷ്യൻ വളരുന്നത് പോലെ ഒരു വർഷത്തെ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളർന്ന് ഒരു തരത്തിൽ ഒരു വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന ഒരാളായി നമ്മുടെ ജീവിതം മാറുമ്പോൾ അത്തരത്തിൽ ആ പ്രായം ചെന്ന ആ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ചെറുപ്പം ഒരു കുഞ്ഞായി ജനിച്ച് വയസ്സാകുന്നത് വരെയുള്ളൊരു ജീവിതകാലം മുഴുവൻ കഴിഞ്ഞ് അത്തരത്തിൽ ജീവിതത്തിൻ്റെ വിഷമങ്ങളെല്ലാം ഉണ്ടായി ഒരു വയസ്സായ കാലം എത്തുമ്പോൾ അതിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് അടുത്ത വർഷം എത്തുമ്പോൾ പുതിയ ജന്മം പോലെ ഒരു പുതിയ കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ജന്മം പോലെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലും കൊച്ചി കാർണിവലും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് കാത്തിരിക്കുകയാണ്. എന്തായാലും 12 മണിയോടുകൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണുന്നതിന് ഗായത്രിക്കൊപ്പം നമ്മളും അവിടെ എത്തുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, തലസ്ഥാനത്ത് വലിയ ആഘോഷ പരിപാടികളാണ്. നമുക്കറിയുന്നത് പോലെ നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് തലസ്ഥാനത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? അഞ്ജന, ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. വലിയ രീതിയിലാണ് 2024 ലോകം വരവേൽക്കുന്നത്. എല്ലാ ആൾക്കാരും ഈ 2024 2023 വിട നൽകി 2024 വരവേൽക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ്. അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് കനകക്കുന്നിലാണ്. കനകക്കുന്നാകെ കനകം വിതയ്ക്കുന്ന ഒരു കുന്നായി മാറിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ വർണ്ണാഭമായ കാഴ്ചകളാണ് കനകക്കുന്നിൽ എത്തുന്നവർക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ക്രിസ്മസ് പുതുവത്സരത്തിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ളൊരു ലൈറ്റിംഗ് കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ്. വലിയ ഈ ആഘോഷങ്ങളൊക്കെ തന്നെയും എന്താഘോഷവും തലസ്ഥാനത്ത് നടക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യം അതുണ്ടാകുന്നത്, അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുന്നത് കനകക്കുന്നിലാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ന്യൂ ഇയർ ആഘോഷത്തിന് തന്നെയാണ് കനകക്കുന്ന് ഇന്നും വേദിയായിട്ടുള്ളത്. ഈ 2023 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയും ആഘോഷങ്ങളുടെ ഒരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. കേരളീയമായാലും മറ്റ് ഓണമായാലും ക്രിസ്മസ് ആയാലും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഈ 2023 ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു 2023 എന്നുള്ള വർഷത്തിന് വിട നൽകിയാണ് ഇപ്പോൾ 2024 നാം വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ആഘോഷങ്ങൾ അത് 2024 തുടർച്ചയായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഈ ലൈറ്റിങ്ങുകളും ഒപ്പം മറ്റ് ദീപാലങ്കാരങ്ങളും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ കനകക്കുന്ന് അത് അക്ഷരാർത്ഥത്തിൽ ഒരു കനകം വിളയുന്നൊരു കുന്നായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ നഗരത്തിന് ഇപ്പോൾ ശംഖുമുഖമായാലും വർക്കല പാപനാശം ബീച്ചായാലും ഒപ്പം തന്നെ കോവളം ബീച്ചായാലും ഒക്കെ തന്നെയും ഇവിടെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. DJ നൈറ്റുകൾ അടക്കമുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ തലസ്ഥാന നഗരിയിലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കനകക്കുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ റോഡ് മുഴുവൻ ദീപാലങ്കാരമായി വലിയ രീതിയിലുള്ള ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. ട്രാഫിക് ഒക്കെ വല്ലാതെ ഉണ്ട്. ഇപ്പോഴും നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും 2024 വരവേൽക്കുന്നതിന് വേണ്ടി ആളുകൾ മുഴുവൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടേതായ ആഘോഷ പരിപാടികളിൽ മുഴുകുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, കലോത്സവത്തെ വരവേൽക്കാൻ കൊല്ലം ഏതാനും ദിവസങ്ങൾക്കകം കൊല്ലത്ത് കലോത്സവം നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പുതുവത്സര ആഘോഷം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് കൊല്ലത്തെ പുതുവത്സരത്തിന്റെ കാഴ്ചകളൊക്കെ? ശരി, CYMS ലൈബ്രറി അവരുടെ ഏറ്റവും വലിയ ഇവിടെ ഒരുപക്ഷെ ഈ ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയോടെയാണ്, ക്രൈസ്തവ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഹാപ്പി ന്യൂ ഇയർ അതാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ധന്യ നിമിഷം, ആ സന്തോഷം. ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴേക്കും നമുക്കൊക്കെ വിസ്മയ കാഴ്ച, കഴിഞ്ഞ വർഷവും നമ്മളത് പ്രേക്ഷകരെ കാണിച്ചതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ കാണാം. നമുക്ക് ഇപ്പം തന്നെ ഇതിൻ്റെ വലിയ ഒരു ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അതിൻ്റെ ലൈറ്റിംഗ് എല്ലാം കാണാം. ഈ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഈ
ലോകത്ത് എവിടെയാണെങ്കിലും ഇവിടെയുള്ളവർ ബഹുഭൂരിപക്ഷവും ആളുകൾ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അവരെല്ലാം എവിടെയാണെങ്കിലും അവർ ഈ ദിവസം ഇവിടെ പറന്നെത്തും. ഓണക്കാലത്ത് ഏത് രാജ്യത്താണെങ്കിലും നാട്ടിൽ എത്തുന്നത് പോലെ തന്നെയാണ് അവർ ഇക്കുറിയും ഇവിടെ എത്തിച്ചേരുക. കഴിഞ്ഞ വർഷവും നമ്മൾ അത് വളരെ മനോഹരമായി തന്നെ ഇവരുടെ അതായത് ഗ്രൗണ്ടിൽ ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരം നാട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് പിടിച്ചാലും കിട്ടാത്ത വിധം ഒരു 2,500 3,000-ഓളം വരുന്ന അതെല്ലാം പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ മുഴുവനും എല്ലാം മറന്നുകൊണ്ടുള്ള അവരുടെ ഒരു ആഘോഷം നമുക്ക് കാണാൻ കഴിയും. അത് അല്പനേരത്തെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഈ കൊച്ചിയെ പോലും വെല്ലുന്ന അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആ ഒരു പുതുവത്സര ആഘോഷം നമുക്കിവിടെ കാണാനാകും. അത്ര മനോഹരമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. ഇതിന് മറ്റൊരു ചരിത്രമെന്ന് പറയുന്നത് ഈ CYMS ലൈബ്രറിയുടെ 76ാമത്തെ ആഘോഷമാണിത്. ഇത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൾച്ചറുമായി ബന്ധപ്പെട്ട് ഡച്ച് ഉൾപ്പെടെയുള്ള അവരുടെ ഒരു കൾച്ചർ, ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഇവർ 3 പേരുടെ ഒരു അധിനിവേശ മേഖലയായിരുന്നു തങ്കശ്ശേരി. അതിൽ കൊല്ലം കാവൽ ജംഗ്ഷൻ, തങ്കശ്ശേരിയിലെ കാവൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് മറ്റ് 3 സമയങ്ങളിൽ 3 രാജ്യങ്ങളായി അത് മാറിയിരുന്നു. അവിടെ ആ 3 രാജ്യങ്ങൾ, അത് ബ്രിട്ടീഷ് ഭരണമുണ്ടായിരുന്നു, പോർച്ചുഗീസ് ഭരണമുണ്ടായിരുന്നു, ഡച്ച് ഭരണമുണ്ടായിരുന്നു. എൻ്റെ പുറകിൽ അത് നമുക്കിപ്പോൾ രാത്രി അത് ഇരുട്ടായതുകൊണ്ട് കാണാൻ കഴിയില്ല. ഡച്ച് കോട്ട അവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു മെമ്മറിയായി നിലനിൽക്കുന്നുണ്ട്. ഈ തങ്കശ്ശേരി ഇതിൻ്റെ നമ്മുടെ ഈ എന്തായാലും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും കൊല്ലത്തും വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.